ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഈ പരിശുദ്ധാത്മാ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെളിപ്പെടുത്തൽ നൽകി. ഇതൊരു സാമ്പിളാണ്. ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രയലിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടായി, ഒന്ന് രണ്ട് പേരൊന്ന് പെട്ടെന്ന് പറയാമോ? ആദ്യം സിസ്റ്റേഴ്സ് വരുവിൻ, അത് കഴിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വരാം, തള്ളക്കോഴികൾ വായോ, എന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വരാം. വേഗം വരണം, നമുക്ക് സമയമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, മറ്റേ ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് രണ്ട് പേര് വന്ന് പറയുമ്പോഴാണ് പിന്നെ അടുത്ത് അങ്ങനെയാണല്ലോ, അതെനിക്കും മനസ്സിലായിരുന്നു എന്ന് പറയും. അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് നമുക്ക് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്ലീസ് കം. യെസ്. ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് കയറി വരണം. ഇന്ന് ഈ സ്റ്റെപ്പിൽ വാ, ഒരു സ്റ്റെപ്പ് കയറി. കണ്ടോ, ഒരു സെക്കൻഡ്. ആരും വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ഞാൻ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴേ ഒരാൾക്ക്, പേരൊന്നും പറയണ്ടല്ലോ, ഒരാൾക്ക് കണ്ടത് ഇങ്ങനെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ടാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഈ ഗോളം പോലെ വന്നിട്ട് ഈ പെന്തക്കോസ്തയിൽ ഇങ്ങനെ ശിഷ്യന്മാരുടെ മേളിങ്ങനെ പരിശോധന വന്നൊരു പിക്ചറൈസ് ചെയ്യുന്നൊരു ഉണ്ടല്ലോ, അതുപോലെയുള്ളൊരു ദൃശ്യം കണ്ടു. പിന്നീട് വേറൊരു സിസ്റ്ററിന് പ്രാർത്ഥിച്ചപ്പോൾ ആ സിസ്റ്ററിന് ഇങ്ങനെ ഹൃദയത്തിലൊരു വാള് വരുന്നത് പോലെ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇത്തിരി ബുദ്ധിമുട്ട്, ഇത്തിരി ഒരു ഔട്ട്സൈഡേഴ്സായിട്ടുള്ള ഇത്തിരി പ്രോബ്ലം ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വാള് പോലെയാണ് തോന്നുകയെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു സിസ്റ്ററിന് ഇങ്ങനെ ഹൃദയം നല്ല അങ്ങനെ ഒരു കാഴ്ച. വെരി ഗുഡ്, താങ്ക് യു. സോ ഇറ്റ് ഈസ് ഫങ്ഷനിങ്. ഇനി അതിൻ്റെ ആ ഡയറക്ഷനിൽ നമുക്ക് കൺഫർമേഷനും പ്രാർത്ഥനയും ഇങ്ങനെ വീണ്ടും പരസ്പരം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാം ഓരോ സാഹചര്യത്തിന് വേണ്ടി. യെസ്, പ്ലീസ് കം. നെക്സ്റ്റ്.